വെള്ളാർമല സ്കൂളിന് നഷ്ടപ്പെട്ടത് 33 കുട്ടികളെയാണ്. ഒരു നമുക്കറിയുന്ന പോലെ ഈ ദുരന്തം ഈ ഒരു മനസ്സിനെ വല്ലാതെ തകർത്തെറിഞ്ഞു. അത് ഉണ്ണിമാഷിനെ ആയിരുന്നു. ഉണ്ണിമാഷിനൊപ്പം ഇപ്പോൾ വിജയകുമാറുണ്ട്. വിജയകുമാർ, താങ്കൾക്ക് തുടരാം. എസ്കേൻ, ഈ അപകടം, ഈ ദുരന്തത്തെ പറ്റി നമ്മൾ ഓർക്കുമ്പോൾ ഉണ്ണിമാഷിനെ പറ്റി പറയാതെ, ഉണ്ണിമാഷിൻ്റെ കരഞ്ഞു കലങ്ങിയ കണ്ണുകൾ ഓർക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. പ്രത്യേകിച്ച് ഞാൻ അന്ന് ഉണ്ണിമാഷിനെ നേരത്തെ പറഞ്ഞല്ലോ, ഉണ്ണിമാഷിനെ കാണുന്ന ആ സ്കൂളിൻ്റെ തകർന്ന കെട്ടിടത്തിനടുത്ത് ഇങ്ങനെ നിസ്സഹായനായിരിക്കുന്ന ഉണ്ണിമാഷാണ്. ഒരു വർഷം കഴിഞ്ഞ് ഞാൻ വീണ്ടും ഉണ്ണിമാഷിനെ കാണും. ഉണ്ണിമാഷെ, അന്ന് നമ്മൾ സംസാരിച്ചതാണ്. അന്ന് ഉണ്ണിമാഷ് എന്നോട് പറഞ്ഞത്, ഇവിടെ എനിക്കത് പറഞ്ഞ് മുഴുവിപ്പിക്കാൻ കഴിയുന്നില്ല. ഉണ്ണിമാഷ് ഈ സ്കൂളിൻ്റെ വെള്ളാരം കള്ളികൾക്കിടയിൽ നിന്ന് മക്കളെ പഠിപ്പിച്ച കഥയൊക്കെ എന്നോടൊന്ന് പറഞ്ഞിരുന്നതാണ്. ഞങ്ങളെ എല്ലാ അധ്യാപകരും രാവിലെ 7:30 ഞങ്ങൾ ക്ലാസ് തുടങ്ങും. അപ്പോൾ എല്ലാവരും നല്ല അന്തരീക്ഷമാണ്. ഞങ്ങളെല്ലാവരും ഇവിടെ വരും. ഇവിടെ നിന്ന് നല്ല ഇളം വെയിലും മഞ്ഞും ഒക്കെ ആയിട്ടുള്ള ഒരു പ്രത്യേക അന്തരീക്ഷമാണ്. അപ്പോൾ നമുക്ക് പഠിപ്പിക്കാൻ നമുക്ക് ഒരു ശക്തിയാണ്. രാവിലെ ഞങ്ങൾ ഈ പുഴയിലിറങ്ങി ഒരു കുളി കഴിഞ്ഞ് കുട്ടികൾ 7:30 ആകുമ്പോൾ വരും. കസേരകളെല്ലാം ഇവിടെ ഇടും, റൗണ്ടിലിടും. ഒരു സ്ഥലത്ത് ഞാൻ, ഒരു സ്ഥലത്ത് സാറ്, അങ്ങനെ എല്ലാവരും ഇങ്ങനെ സ്കൂളിന് അകത്ത് പഠിപ്പിച്ചേക്കാൾ കൂടുതൽ ഞങ്ങൾ ഈ മൈതാനത്താണ് കൂടുതൽ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പഠിപ്പിക്കുമ്പോൾ അറിയാം, നമുക്ക് കുട്ടികളിലേക്ക് നമ്മൾ പറയുന്ന കാര്യങ്ങൾ എത്തുന്നത് നമുക്ക് തന്നെ അനുഭവിക്കാൻ അറിയാൻ പറ്റുമായിരുന്നു. ഞങ്ങൾ ആസ്വദിക്കായിരുന്നു, ടീച്ചിങ് ഞങ്ങൾ ആസ്വദിക്കായിരുന്നു. വെള്ളാർമലയിൽ അധ്യാപകരെല്ലാം ജോലിയല്ലായിരുന്നു, ടീച്ചിങ് ഒരു ആസ്വാദനമായിരുന്നു. അങ്ങനെ ഇവിടെ വന്നവരാരും പോവില്ല. ഇപ്പം സാറ് ഇവിടുന്ന് റിട്ടയർ ആയത്. അതുപോലെ ദിലീപ് സാറ്, പുതിയ HM സാറ് ഇപ്പോൾ HM, ഇവിടെ വന്നവരാരും ഇവിടുന്ന് പോവുകയില്ല. അതായിരുന്നു നാടും വൈകുന്നേരമായി ഞങ്ങൾ ഈ അങ്ങാടിയിൽ വരും, എല്ലാവരും കാണും, കുടുംബാംഗങ്ങളെ പോലെ എല്ലാവരും സംസാരിക്കും. അങ്ങനെ ഒരു ജീവിതം ആയിരുന്നു ഇവിടെ ജീവിക്കാൻ പറ്റി. അതൊരു ജീവിതത്തിലെ ഒരു വലിയ ഈ തിരിച്ചുവരവ് എന്ന് പറയുന്ന മാഷെ എങ്ങനെയാണ് അത് ഈ കുട്ടികൾ, ബാക്കി അവരുടെ കൂടെ ഉണ്ടായിരുന്ന കുട്ടികളൊക്കെ ഉണ്ടല്ലോ, അവരെയൊക്കെ എങ്ങനെ നമുക്ക് ഒരു സാധാരണ ഒരു അധ്യയന ജീവിതത്തിലേക്ക്, സ്കൂൾ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടോ? ഇപ്പോൾ മുതിർന്ന കുട്ടികളൊക്കെ ഏറ്റവും വൈകിയാണ് അവർ ഒന്ന് മാനസികമായി പരുവപ്പെട്ട് വന്നത്. ചെറിയ കുട്ടികളൊക്കെ 1-2 മാസം കൊണ്ടൊക്കെ ശരിയായി വന്നു. പിന്നെ എല്ലാ വിദ്യാഭ്യാസ വകുപ്പിൻ്റെയൊക്കെ കൗൺസിലിങ്ങൊക്കെ അധ്യാപകർക്കും കുട്ടികൾക്കും എല്ലാം ഉണ്ടായിരുന്നു. എല്ലാ സഹായങ്ങളും ഉണ്ടായിരുന്നു. ഉദ്യോഗസ്ഥന്മാർ നമ്മളെക്കാൾ ഉപരി ഇവിടെ അവർ ക്യാമ്പ് ചെയ്തായിരുന്നല്ലോ 1 മാസം നമ്മളെ പരുവപ്പെടുത്തിയെടുത്തത്, അധ്യാപകരെയും കുട്ടികളെയൊക്കെ. അപ്പോൾ അതിനുശേഷം പിന്നെ പാട്ടും കളികളും ക്രാഫ്റ്റ് വർക്ക്, ആർട്ട് വർക്ക്, പഠനമല്ലായിരുന്നു അവിടെ. അതെല്ലാം കൊടുത്തുകൊണ്ട് അവരെ മാനസികമായി മെല്ലെ സജ്ജീകരിച്ച് റെഡിയാക്കി എടുക്കുകയായിരുന്നു ചെയ്തത്. ടീം വർക്കായിരുന്നു. എല്ലാ അധ്യാപകർക്കും കുട്ടികളെ വീതം 3-4 കുട്ടികളെ വീതം അവരുടെ രക്ഷകർത്തത്വം കൊടുക്കുക. രക്ഷിതാവിനെ പോലെ തന്നെയായിരുന്നു. മക്കൾ രാവിലെ ഇവിടെ വന്ന, പിന്നെ SLC-കാരാണെങ്കിൽ രാവിലെ 7:30 നമുക്ക് മേപ്പാടി വന്ന, പിന്നെ രാത്രി 9:30 വരെയും നമ്മുടെ കൂടെ തന്നെയായിരുന്നു കുട്ടികളുണ്ടായിരുന്നു. പിന്നെ ഭക്ഷണം എല്ലാം നമ്മൾ ഇവിടെ തന്നെയായിരുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും തിരിച്ചു വന്നു. ഇത് ഇപ്പോഴത്തെ HM ആണല്ലേ സാറേ? ഏത് സ്കൂളിൽ നിന്നാണ് ഇവിടെ വന്നേ? ഞാൻ കൊണ്ടോട്ടി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഈ ദുരന്തത്തിന് ശേഷം ഉള്ള സാഹചര്യം, സാറ് വന്ന ശേഷം എന്താണ് മനസ്സിലാക്കാൻ പറ്റുന്നത്? ഈ ഒരു പുതുവർഷത്തിൽ കുട്ടികൾ വളരെ ഉണർവോട് തന്നെ കാണാൻ പറ്റിയിട്ടുള്ളത്. സാധാരണ എല്ലാ സ്കൂളിലെ പോലെ മക്കളെ പോലെ തന്നെയാണ് നമ്മുടെ സ്കൂളിലെ വെള്ളാർമലയിലെ കുട്ടികളെയും എനിക്ക് കാണാൻ പറ്റിയിട്ടുള്ളത്. പക്ഷേ കഴിഞ്ഞ വർഷം അവർ അനുഭവിച്ചത് ഒരു വലിയ സംഭവമായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് അവർ, ഉണ്ണിസാറും അതുപോലെ അവിടുത്തെ മറ്റ് ടീച്ചേഴ്സും എടുത്തിട്ടുള്ള എഫേർട്ട്, അത് കേട്ടപ്പോൾ ഞാൻ വളരെ പെട്ടെന്ന് തന്നെ ഞാൻ വെള്ളാർമലയുടെ ഭാഗമായി മാറിയെന്നില്ല. കാരണം വളരെ വൈകാരികത ഉള്ള മനുഷ്യന്മാരാണ് ഇവിടെ ഉള്ള ടീച്ചേഴ്സും അങ്ങനെ ഉള്ളിലെടുക്കുന്ന ആളുകളാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ കൂടെ വന്നപ്പോൾ ഞാനും വളരെ പെട്ടെന്ന് ഇതിനോട് ചേർന്ന് നിൽക്കാൻ പറ്റിയെന്നുള്ളതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ കുട്ടികളുടെ ഇനിയുള്ള അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടും അവരുടെ സർഗാത്മകമായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പരിപാടികൾ വളരെ സജീവമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, സ്കൂളിൽ നടക്കുന്നുണ്ട്. പിന്നെ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടെ ഉണ്ടായതിനെക്കാട്ടിലും കൂടുതൽ ഹൈടെക് സൗകര്യങ്ങളൊക്കെ ഇപ്പോൾ നമ്മുടെ റിസൾട്ടായി സംസ്ഥാന കലോത്സവത്തിലൊക്കെ പങ്കെടുക്കുന്നു. അങ്ങനെ ഈ എല്ലാത്തരം ആക്ടിവിറ്റീസും പഴയതുപോലെ തന്നെ വീണ്ടും അതിലേക്ക് തന്നെ തിരികെ വരുന്നുണ്ടല്ലേ?
അതെ അതുപോലെ തന്നെ നടക്കുന്നുണ്ട്. ഇപ്പം ബഷീർ ദിനം ഞങ്ങൾ ആചരിച്ചിരുന്നു. അതിൻ്റെ വീഡിയോസൊക്കെ അത് വളരെ നല്ലൊരു പ്രോഗ്രാമായിരുന്നു. അപ്പം കുട്ടികളെ കലാപരമായ പരിപാടികളിലേക്ക് ഡൈവേർട്ട് ചെയ്തു. അപ്പോൾ കുട്ടികൾക്ക് മാക്സിമം ആ രീതിയിൽ എൻ്റർടൈൻമെൻറ്റ് കൊടുത്തുകൊണ്ടും ഈ ഒരു ചിന്തയിൽ നിന്ന് അവരെ പൂർണ്ണമായും മാറ്റി നിർത്തിക്കൊണ്ടും എന്ത് ചെയ്യാണ് അവരെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.